നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ യുദ്ധം മുറുകുന്നതിനിടയിൽ നിർണായകമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. ഫലസ്തീനി ബാലനെ വെടിവെച്ച് കൊന്ന ശേഷം ഇസ്രായേൽ സൈന്യം മൃതദേഹം തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു അത്യന്തം ഞെട്ടിക്കുന്നതും മാത്രമല്ല നടക്കുന്നതുമായ ഒരു അതിക്രൂരമായ വിവരമാണ് പുറത്തുവരുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജെറുസലേമിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം 14 വയസ്സുള്ള പലസ്തീൻ ബാലനെ കൊലപ്പെടുത്തി. ആ ബാലന്റെ മൃതദേഹമാണ് ഇസ്രായേൽ സൈന്യം എടുത്തുകൊണ്ടുപോയതെന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ എന്ന സംഘടന അറിയിച്ചു. വദിയ ഷാദി സൗദ് ഉല്യാൻ എന്ന ബാലന്റെ മൃതദേഹത്തോടാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കൊന്ന ശേഷം മൃതദേഹം എടുത്തുകൊണ്ടുപോകുന്ന സംഭവം ആദ്യമായിട്ടല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മൃതദേഹങ്ങൾ ഇസ്രായേൽ നേരത്തെയും എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ഡിഫൻസ് ഫോർ ചിൽഡ്രൻ പറയുന്നതനുസരിച്ച് 2016 ജൂൺ മുതൽ 28 ഫലസ്തീനി കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിൽ 3 കുഞ്ഞുങ്ങളുടെ മൃതദേഹം മാത്രമാണ് തിരികെ നൽകിയത്. DCIP അക്കൗണ്ടബിലിറ്റി പ്രോഗ്രാം ഡയറക്ടർ ഐദ് അബു ഇഖ്തൈഷ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: മരിച്ചാലും ഫലസ്തീനി കുട്ടികൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയില്ല. ഇസ്രായേൽ അധികാരികൾ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവർക്ക് അവസാന നോക്ക് കാണാൻ പോലും നൽകാതെ അനിശ്ചിതകാലത്തേക്ക് അവരുടെ തടങ്കലിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ വയ്ക്കുകയാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ നോക്കാം. ഗാസയിലെ മനുഷ്യർ പട്ടിണി മൂലവും മാറാരോഗങ്ങൾ കാരണവും പരക്കം പാച്ചിലാണ്. യുദ്ധം കാര്യക്ഷമമാക്കുവാൻ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നു എന്ന പേരിൽ ഒരു തുള്ളി വെള്ളം പോലും ഗാസയിലേക്ക് നൽകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് ഇസ്രായേൽ എന്നും പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എന്നാൽ ബന്ദികളെ സ്വതന്ത്രരാക്കാനെന്ന പേരിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിബന്ധനകളും അംഗീകരിക്കാനാകില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ പരസ്യമായ പ്രതിഷേധവും നടക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.